നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുകയെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ KMCTയുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. അംഗനവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ KMCT കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുക, സർക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFIയുടെ ആഭിമുഖ്യത്തിൽ KMCTയുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് മാർച്ച് നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ KMCTയും മുടക്കല്ലൂരുള്ള MMCയും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മാർച്ചുകൾ നടക്കുകയാണ്. ഇവിടെ മാർച്ചിന് ആധാരമായ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. സ്വാശ്രയ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം സാമൂഹ്യ നീതിയും മെറിറ്റും പാടെ അട്ടിമറിക്കപ്പെടുന്ന സംവിധാനം ആദ്യമായിട്ടാണ്. സ്വാശ്രയം എന്ന് പറയുന്നത് കച്ചവടമാണ് എന്നുള്ളത് എവിടെയും എഴുതി വച്ചിട്ടില്ല. സ്വാശ്രയം എന്ന വാക്കിനർത്ഥം സ്വയം ആശ്രയിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്വയം ആശ്രയിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളിലാണ് മെറിറ്റ് സീറ്റും സാമൂഹ്യ നീതിയും സർക്കാർ ഉറപ്പുവരുത്തുന്നത്. മെറിറ്റ് സീറ്റും സാമൂഹ്യ നീതിയും സർക്കാർ അട്ടിമറിച്ചു കഴിഞ്ഞാൽ, സർക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായി അട്ടിമറിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ നീതി പാടെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജില്ലാ വൈസ് പ്രസിഡന്റ് അമർജിത്ത് അധ്യക്ഷത വഹിച്ചു. ലിൻഡോ ജോസഫ്, K അശ്വൻ, ഫഹദ് ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വാട്ടർ ടാങ്ക് മേഖലയിൽ ദിവസങ്ങളായി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൊറ്റമ്മൽ വാട്ടർ ടാങ്ക് റോഡിൽ താമസിക്കുന്ന 200ഓളം കുടുംബങ്ങൾക്കാണ് ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങിയത്. പല വീടുകളിലും വാട്ടർ അതോറിറ്റി നൽകുന്ന കുടിവെള്ളം മാത്രമാണ് ഏക ആശ്രയം. ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാർ പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബക്കറ്റുമായാണ് വാട്ടർ ടാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി കൌൺസിലർ ചെമ്പിൽ വിവേകാനന്ദൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഈ പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന്റെ അടുത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് സമരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടുന്നതിനുള്ളൊരു പരിഹാരം ആരും പറയുന്നില്ല, നിർദ്ദേശിക്കുന്നില്ല. നാളെ കിട്ടും, അടുത്ത മണിക്കൂറിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളൊരു ശരിയായ രീതിയിലൊരു വിശ്വാസത്തിലെടുക്കാത്ത രീതിയിലുള്ള സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായത്. ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോൾ, ബന്ധപ്പെട്ടപ്പോൾ ഫോൺ വഴി ചീഫ് എഞ്ചിനീയർ മുതൽ താഴെ വരെയുള്ള ആളുകൾ അടിയന്തരമായിട്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവരതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ നേരിട്ട് വന്നിട്ട് നമുക്ക് ഉറപ്പ് തന്നു. അപ്പോൾ പഴയ രീതിയിൽ വെള്ളം കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ സമരം നിർത്തിവെക്കുന്നുണ്ടെങ്കിലും അത് പൂർവാധികം ശക്തിയോടുകൂടി നടത്തുമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചുള്ളത്. ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരിട്ട് വന്നിട്ട് തന്നെ AXC ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഫോൺ വഴി ഉറപ്പ് തന്നിട്ടുണ്ട്. ചീഫ് എഞ്ചിനീയർ പറഞ്ഞു മറ്റേത് വേണ്ടത് ചെയ്യുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ സൗഹാർദ്ദപരമായ രീതിയിലാണ് ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് സമരം ചെയ്തത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ നാട്ടുകാർ പിരിഞ്ഞു പോവുകയായിരുന്നു.
അംഗൻവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ അനുവദിക്കുക, മിനിമം വേതനം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ ധർണോദ്ഘാടനം ചെയ്തു. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, പെൻഷൻ തുക അനുവദിക്കുക, മിനിമം വേതനം 10,000 രൂപയാക്കുക, ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക, അംഗൻവാടികൾ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗവൺമെന്റ് നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗൻവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി യോജിക്കാൻ വേണ്ടി കഴിയുന്ന വിവിധ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളെ യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 4 വർഷക്കാലമായി ഇന്ത്യയിൽ INTUC-യും AITUC-യും HMS-ഉം BMS-ഉം CITU ഉയർത്തിയിരുന്ന ഈ മുദ്രാവാക്യത്തിന്റെ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ യോജിപ്പോടുകൂടി തന്നെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ തെറ്റായ നയം തിരുത്താൻ യോജിച്ച് മുന്നേറാൻ വേണ്ടി തീരുമാനിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. പി വിലാസിനി, PM ഗീത, ഏലിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കക്കോടി ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ബൈപ്പാസ് പണി പൂർത്തീകരിക്കുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് നാടിന്റെ വികസന സ്വപ്നം കൂടിയാണ്. കക്കോടി ബാലുശ്ശേരി റൂട്ടിലെ നിരന്തരമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലം റോഡ് നിർമ്മാണം ആരംഭിക്കാനുള്ള പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ യാത്രാ ദുരിതത്തിന് ആശ്വാസകരമായി ബൈപ്പാസിന്റെ പണി പുരോഗമിക്കുമ്പോൾ യാഥാർത്ഥ്യമാവുന്നത് ഒരു നാടിന്റെ വികസന പാത കൂടിയാണ്. 600 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമായി നിർമ്മിക്കുന്ന റോഡിന്റെ ഡ്രൈനേജ് പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നുള്ള 1.5 കോടിയാണ് ബൈപ്പാസിനായി അനുവദിച്ചത്. 9 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം. മഴ ശക്തമാവുന്നതോടെ പണിയിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നബാർഡ് ചീഫ് ജനറൽ മാനേജർ രമേശ് ടെങ്കിലിന് സ്വീകരണവും ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ സംഗമവും നടന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നബാർഡിന്റെയും സഹകരണ ബാങ്കുകളുടെയും ആഭിമുഖ്യത്തിലാണ് ഫാമേഴ്സ് ക്ലബ്ബുകളുടെ സംഗമവും നബാർഡ് ചീഫ് ജനറൽ മാനേജർ രമേശ് ടെങ്കിലിന് സ്വീകരണം സംഘടിപ്പിച്ചത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ പരിപാടി അധ്യക്ഷത വഹിച്ചു. വായ്പയിലൂടെ വികസനം, കൃത്യമായ വായ്പ തിരിച്ചടവിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കൽ, യഥാസമയത്ത് കാർഷിക വായ്പ ലഭ്യമാക്കൽ, ഗവൺമെന്റിന്റെയും ബാങ്കുകളുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് ഫാമേഴ്സ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KP പത്മകുമാർ, അഡ്വക്കേറ്റ് M മൂസ, അബ്ദുൾ മുജീബ് സി തുടങ്ങിയവർ സംസാരിച്ചു. few months I should be able to speak a little more, but I understand your sentiments. It is more important. I came here in May. I took over from my predecessor, Mr. Amal Gaurnathan, who has actually set the foundation for many of the things. I am lucky. I am only harvesting some of the successful things that is happening. I must thank my predecessor, Mr. Amal. And I was in a training institute, like was telling I was a director of Bankers Institute of Rural Development. റെയിൽവേ ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിക്കുന്ന റെയിൽവേ സംരക്ഷണ ജാഥ ജൂലൈ 7-ന് പരശുറാം എക്സ്പ്രസിൽ കാസർഗോഡിൽ നിന്നും ആരംഭിക്കും. തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയ്ക്ക് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. റെയിൽവേ ചാർജ് വർധനവ് പിൻവലിക്കുക, സ്വകാര്യവൽക്കരണ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിക്കുന്ന റെയിൽവേ സംരക്ഷണ ജാഥയ്ക്കാണ് ജൂലൈ 7-ന് പരശുറാം എക്സ്പ്രസിൽ കാസർഗോഡ് നിന്നും ആരംഭമാവുക. തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ വടകര, കോഴിക്കോട് സ്റ്റേഷനുകളിൽ സ്വീകരണം സംഘടിപ്പിക്കും. ഇന്ത്യൻ റെയിൽവേയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ഭീമഹർജി നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് ആരംഭിച്ച് 7-ാം തീയതി വരെ ഒപ്പുശേഖരം നടക്കുകയാണ്. ജില്ലയിൽ വടകര, കൊയിലാണ്ടി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളും പ്രധാനമന്ത്രിക്കും അതുപോലെ റെയിൽവേ വകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കുന്നതിനുള്ള ഭീമഹർജി. ആ ശേഖരിച്ച ഒപ്പുകൾ ജാഥാ ലീഡർ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിന് സമർപ്പിച്ചുകൊണ്ട് ആണ് പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ ക്രമീകരിച്ചിരിക്കുന്നത്.
ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ താൻ അഴിമതി ആരോപണം നടത്തിയെന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പി പീതാംബരൻ ശാന്തി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ താൻ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പി പീതാംബരൻ ശാന്തി. ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിനായി ശ്രമിച്ച കാലഘട്ടത്തെക്കുറിച്ച് പുതുതലമുറ മനസ്സിലാക്കേണ്ടതാണെന്നാണ് താൻ സംസാരിച്ചതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെറ്റിദ്ധാരണയുടെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ശാന്തിയായി ചാർജ് എടുക്കുന്ന സമയത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചും 58 വർഷക്കാലയളവിലെ എന്റെയും ഭക്തജനങ്ങളുടെയും സേവനഫലമായി ക്ഷേത്രത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള അസൂയാവഹമായ പുരോഗതിയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. മറിച്ച് ക്ഷേത്രത്തെയോ ക്ഷേത്ര ഭാരവാഹികളെയോ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ യാതൊന്നും തന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നാൽ 57 വർഷം ശാന്തിമഠത്തിൽ താമസിച്ചുകൊണ്ട് അവിടെ സേവനമനുഷ്ഠിച്ച് എന്നോട് ഒറ്റ ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോകണമെന്ന് സെക്രട്ടറി ശ്രീ IP പുഷ്പരാജിൻ്റെ നിലപാട് എന്നെ മാനസികമായി വളരെയധികം വേദനിപ്പിച്ചതായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാറ്ററിംഗ് മേഖലയിൽ ഹെൽത്ത് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുന്നതിനായി തൊഴിൽ പരിശീലനം നേടിയ കഫേ കുടുംബശ്രീയുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി. 60 പേർ അടങ്ങിയ ആദ്യ ബാച്ചിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മേയർ പ്രൊഫസർ കെ പ്രേമചന്ദ് നിർവഹിച്ചു. കോഴിക്കോടൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു പൊൻതൂവൽ കൂടി. കാറ്ററിംഗ് വ്യവസായ മേഖലയിൽ കേരളത്തിന്റെ അഭിമാനമായ കഫേ കുടുംബശ്രീ ഹെൽത്ത് ടേസ്റ്റ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുന്നതിന് കാന്റീൻ കാറ്ററിംഗ് മേഖലയിൽ വൈദഗ്ധ്യ പരിശീലനം നേടിയ കുടുംബശ്രീ സംരംഭക പ്രവർത്തകരുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്നു. കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി മേയർ കെ പ്രേമചന്ദ് ആദ്യ ബാച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യമാർന്ന നിരവധി പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയും അവ പ്രായോഗിക തലത്തിലേക്ക് വിജയപ്രദമായി കൊണ്ടുവരികയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കുടുംബശ്രീ. ഒരു 1.5 പതിറ്റാണ്ട് മുന്നേ കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചപ്പോൾ ഞാൻ പല വേദികളും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ആവർത്തിക്കാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന സ്ത്രീകളെ അവർക്കെന്ത് ചെയ്യാൻ സാധിക്കും, സ്ത്രീ ശാക്തീകരണം അവരെ കൊണ്ട് പ്രാപ്യമാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് പേർ നെറ്റിചൊളിച്ചുകൊണ്ട് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ചിലരൊക്കെ അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമകരമായ ജോലിയിലും ഏർപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം പ്രതിസന്ധികളെയും പ്രവചനങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് കുടുംബശ്രീ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അത് ഇന്നേവരും അംഗീകരിക്കുന്ന പ്രസ്ഥാനമായിരിക്കുകയാണ്. കേരളത്തിന്റെ നാടൻ രുചികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കഫേ കുടുംബശ്രീ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഇവർക്കായുള്ള പരിശീലനം തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അബേബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിലെ ഷെഫുമാരും ഫാക്കൽറ്റികളുമാണ്. പരിശീലനം ലഭിച്ച മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി ഇന്ത്യൻ കോഫി ഹൌസ് മാതൃകയിൽ റെസ്റ്റോറന്റുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും 60 കുടുംബശ്രീ പ്രവർത്തകരാണ് പരിശീലനം നേടിയത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ മുഹമ്മദ് ഫൈസൽ, KP അജയ്കുമാർ, K സജിത് കുമാർ, ഷീജ വിനോദ്, K ബീന, PP ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു. സേവക് പുതിയറയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയുടെ ഭാഗമായി SLCയിൽ 100% വിജയം നേടിയ പറയച്ചേരി ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. സേവക് പുതിയറ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് പറയഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിലെ അധ്യാപകരെയും അനുമോദിച്ചു. തുടർന്ന് സ്കൂളിലെ LP വിദ്യാർത്ഥികളിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകം വിതരണവും നടത്തി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു. വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടി എന്ന പേരിൽ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പേരിൽ തന്നെ വളരെ അന്വർത്ഥമായ ഒരു പേരാണത്. അതിന്റെ പ്രവർത്തകർക്ക്
തീർച്ചയായും അഭിനന്ദനം അർഹിക്കേണ്ടതാണ്. ഒരൊറ്റ വർഷവും ഇടവിടാതെ നിങ്ങൾ അനുമോദനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതിന്റെ തയ്യാറെടുപ്പോടൊക്കെ തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ മുന്നേറുകയാണ്. അതുകൊണ്ട് സേവക്കിന് പ്രത്യേകിച്ചുമായിട്ടും നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സേവക് പ്രസിഡന്റ് യു സുഗുണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സുരേഷ് ബാബു, കെ ശ്രീകുമാർ, പി ദിവാകരൻ, പി ഉഷാറാണി, ടി സുഹറ, കെ സി വിജയലക്ഷ്മി, പി ബാബുരാജ്, മുരളീധരൻ പറയഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. പി കൃഷ്ണൻ നായരുടെ ഭക്തലീല ഒരു ആസ്വാദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗോവിന്ദപുരം പാർത്ഥസാരഥി ഹാളിൽ നടന്നു. സാഹിത്യകാരൻ പി ആർ നാഥൻ പ്രകാശനം നിർവഹിച്ചു. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രാങ്കണത്തിലാണ് പി കൃഷ്ണൻ നായർ രചിച്ച ഭക്തിലീല ഒരു ആസ്വാദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്. സാഹിത്യകാരൻ പി ആർ നാഥൻ പുസ്തക പ്രകാശനം നടത്തി. പൂനൂർ കരുണാകരൻ പുസ്തകം ഏറ്റുവാങ്ങി. നമ്മുടെ പുരാണ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഏറ്റവും വലിയ ഒരു വിജ്ഞാനം 500 വർഷമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമല്ലാത്തതിനാൽ ഭാരതീയരിൽ നിന്നും അത് അകന്നു ഇരിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യജീവിതത്തെക്കുറിച്ച് എങ്ങനെ പെരുമാറണം, 100% ശാന്തിയോടുകൂടി പെരുമാറണം, ദൈവം തന്ന അവയവങ്ങളെ യാതൊരു കേടുമില്ലാതെ മടക്കി കൊടുത്തിട്ട് വേണം മരിക്കാൻ. അതിൻ്റെ പേരാ മനുഷ്യൻ. സൈക്കിൾ വാടകയ്ക്ക് എടുത്താൽ ആ സൈക്കിളിന് ഒരു കേടും പറ്റാതെ മടക്കി ഏൽപ്പിച്ചതിന് ശേഷം വാടകയും കൊടുക്കണം. ഇതുപോലെ ദൈവം തന്ന അവയവങ്ങളെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് യാതൊരു തകരാറില്ല. മരണം എന്നുള്ളതും രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആധ്യാത്മിക സ്രോതസ്സിനെ നമ്മൾ മറന്ന് വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി ചിരിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്ന നമുക്ക് ഈ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടി. അതിനെ എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചു. തുടർന്ന് ചേമ്പിൽ വിവേകാനന്ദൻ, ചിത്രാഞ്ജിതൻ, കെ വാസുദേവൻ, പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പി ടി റഹീം MLA മെറിറ്റ് അവാർഡ് വിതരണം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് പി ടി റഹീം MLA നൽകുന്ന അവാർഡ് സമർപ്പണം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. നമുക്കറിയാം, ഇപ്പോൾ എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുമ്പുകാലങ്ങളിലേക്കാളും വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം ഒരു മെഡിസിന് പഠിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻട്രൻസിന് പോകുന്നു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ലക്ഷ്യം SSLC ഇരിക്കുന്ന സമയത്തെ അവർക്ക് അതിന്റെ മാർക്കും കാര്യങ്ങളെല്ലാം തന്നെ അവർ ആ ലക്ഷ്യമാക്കിയാണ് അവർ പോകുന്നത്. അതേപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ്. അങ്ങനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 29ാം റാങ്ക് മെഡിസിന് മുതലുള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ അത് വലിയ നേട്ടം തന്നെയാണ്. മുമ്പ് കാലങ്ങളിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ 1500 എന്നൊക്കെ പറയുമ്പോൾ തന്നെ അടുത്തു എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് മുന്നോട്ട് പോയാണ്. പി ടി റഹീം MLA അവാർഡ് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ, പി അഷ്റഫ് ഹാജി, TP ബാലകൃഷ്ണൻ നായർ, പി കേളുക്കുട്ടി നായർ, KP കോയ, ജനാർദ്ദനൻ കളരിക്കണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളിൽ കടന്നുപോകുന്ന നഗരത്തിലെ പ്രധാന പാതയായ പാവമണി റോഡ് തകർന്നു. റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ ജീവനാഡികളിലൊന്നാണ് പാവമണി റോഡ്. നഗരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ വലിയൊരു പങ്കും കടന്നുപോകുന്നത് ഇതുവഴിയാണ്. കാലവർഷം ശക്തമായി പെയ്യുന്നതിന് മുൻപ് തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. റോഡിന്റെ പല മേഖലകളിലും വലിയ ഗർത്തങ്ങൾ തന്നെ രൂപം കൊണ്ടു. വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണിവിടെ. ഒരു കുഴിയിൽ കയറിയിറങ്ങി മറ്റൊരു കുഴിയിലേക്ക് വീഴേണ്ട അവസ്ഥയാണ് റോഡിൽ പലയിടങ്ങളിലുമുള്ളത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതുകൊണ്ട് തന്നെ ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് നന്നാക്കാൻ ഇനിയും അമാന്തം കാണിച്ചാൽ അത് നഗരത്തിന്റെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കും. കോർപ്പറേഷൻ കുടുംബശ്രീയുടെ ഇഫ്താർ സ്നേഹസംഗമം ടാഗോർ ഹാളിൽ നടന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കോർപ്പറേഷൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. ടാഗോർ ഹാളിൽ നടന്ന പരിപാടി മേയർ AK പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു.
ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ ഉതകുന്ന പരിപാടികളുമായിട്ടാണ് കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിച്ചു വരുന്നത്. 1.5 പതിറ്റാണ്ട് മുൻപേ ദാരിദ്ര്യ ലഘൂകരണം അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയപ്പോൾ അതിനെ പരിഹസിച്ച് തള്ളാൻ ശ്രമിച്ച നിരവധി പേർ ഉണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം കേരളത്തിലുടനീളവും പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലും അഭിമാനകരമായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഉഷാദേവി ടീച്ചർ, MV റംസി ഇസ്മായിൽ, TP ദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പേരാണ് ഇഫ്താർ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുകയെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ KMCTയുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. അംഗനവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.